എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് DLEDൻ്റെ പെഡഗോഗിയുടെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ. അപ്പോൾ ബോധനശാസ്ത്രപരമായ അപഗ്രഥനം അതെങ്ങനെയാണ്, മാത്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പ്രാഥമിക വിവരങ്ങൾ, പിന്നെ അധ്യാപക വിദ്യാർത്ഥിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, ക്ലാസ്, വിഷയം, യൂണിറ്റ്, പ്രതീക്ഷിത സമയം, തീയതി. അങ്ങനെ എഴുതിയതിന് ശേഷം പാഠ്യപദ്ധതി ഉദ്ദേശങ്ങൾ എന്ന് ഹെഡിങ് കൊടുക്കുക. മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്ന് സബ് ഹെഡിങ് കൊടുത്തിട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ആ പാഠഭാഗത്തെക്കുറിച്ചുള്ള മൂല്യങ്ങളും മനോഭാവങ്ങളാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിൻ്റ്, ഇത് യൂണിറ്റ് 1 മറ്റേ കോണുകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗമാണ് 7ാം ക്ലാസ്സിലെ കേട്ടോ. ജാമിതിയെക്കുറിച്ചുള്ള ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള മനോഭാവം, സഹകരണ മനോഭാവം, കോണുകളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ധാരണകൾ എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള മനോഭാവം. ഇതൊക്കെയാണ് ഫസ്റ്റത്തെ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്ന ഇതിൽ വരുന്നത്. അടുത്തത് നോക്കാം. ഇതിൽ ശേഷികൾ, നൈപുണികൾ എന്നുള്ള പോയിൻറ്റ്സ് നോക്കാം. ജാമിതീയ രൂപങ്ങൾ വരയ്ക്കാനുള്ള ശേഷി, കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ശേഷി, പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശേഷി. അങ്ങനെ ഒരു 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ തിരിച്ചുള്ള പട്ടിക നോക്കാം. അങ്ങനെ എഴുതിയിട്ടില്ലേ. അതിൽ പഠന നേട്ടങ്ങൾ, പ്രധാന ആശയങ്ങൾ, ബോധന രീതി, ബോധന തന്ത്രങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, പ്രക്രിയ, സാമഗ്രികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, പ്രതീക്ഷിത ഉൽപ്പന്നങ്ങൾ, വിലയിരുത്തൽ, പിന്നെ സമയം. ഇങ്ങനെ കോളായിട്ട് തിരിക്കണം. അതിൽ ഓരോ പഠന നേട്ടങ്ങൾ എഴുതാം. ഇതിലായിട്ടുള്ള ജ്യാമിതിയുമായി ബന്ധപ്പെട്ട് നേടിയ ആശയങ്ങൾ പുതിയ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു. ആശയങ്ങളിൽ വരുന്നതാണ് 2 കോണുകൾ ചേർന്ന് ഉണ്ടാകുന്ന വലിയ കോണിൻ്റെ അളവ് 2ൻ്റെയും തുകയ്ക്ക് തുല്യമാണ്. ഇനി അതിൽ തന്നെ ഒരു ആശയം കൂടെ എഴുതാം. ഇത് ഒരു പേജിൽ ഞാൻ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇനി ബോധന രീതിയിൽ വരുന്നതാണ് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള രീതിയെക്കുറിച്ചുള്ള ചർച്ച. ഇനി പഠന പ്രവർത്തന പ്രക്രിയ 2 കോണുകൾ ചേർത്ത് പുതിയ കോൺ നിർമ്മിച്ച് അളവുകൾ വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്, കോണുകൾ ചേരുമ്പോൾ ഇതുപോലൊരു കോൺ വരച്ചിട്ട് കോണിൻ്റെ അളവ് 30 ഡിഗ്രി ABC എന്ന് കൊടുക്കുക. ഇതിന് മുകളിൽ ഒരു കോൺ കൂടി കൂട്ടി വരയ്ക്കണം. ഇനി സാമഗ്രിയാണ് സ്കെയിൽ, പെൻസിൽ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. മൂല്യങ്ങൾ, മനോഭാവങ്ങൾ തന്നെ പ്രശ്ന പരിഹരണത്തിന് അനുയോജ്യമായ പ്രശ്നം അപഗ്രഥിക്കുന്നു. പ്രതീക്ഷിത ഉൽപ്പന്നം കുട്ടികൾ വരച്ച ജ്യാമിതീയ രൂപം. വിലയിരുത്തൽ എന്നതാണ് വരയിലെ സൂക്ഷ്മത, കൃത്യത, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി, പിന്നെ സമയം ഒരു പീരീഡാണ്. ഇനി അടുത്തത് പഠന പ്രക്രിയയിൽ വരുന്നതാണ് നെക്സ്റ്റ് പേജ്. ഇപ്പോൾ എയിൽ എത്ര കോണായിരുന്നു? കോൺ CAB സമം ഡാഷ്, കോൺ DAC സമം ഡാഷ്. ഇനിയും ഒരു വലിയ കോണുണ്ടല്ലോ, അതിൻ്റെ അളവ് എത്രയാണ്? ക്വസ്റ്റ്യൻ 8, കോൺ DAB സമം ഡാഷ്, എങ്ങനെ കണക്കാക്കി? അപ്പോൾ കോൺ DAB സമം 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി സമം 75 ഡിഗ്രി. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 9 പ്രശ്നത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു. കുട്ടികൾ വ്യക്തിഗതമായി ഉത്തരം കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തൊരു പെഡഗോഗി 6ാം ക്ലാസ്സിലെ ഗണിത മാത്സ് 100ൽ എത്ര എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ പഠന നേട്ടങ്ങൾ, ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം കണക്കാക്കുന്നു. പ്രധാന ആശയത്തിൽ വരുന്നത് ശതമാനത്തെ 100 ഛേദമായ ഭിന്നസംഖ്യയായി എഴുതാം. ബോധന രീതിയിൽ വരുന്നത് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയെക്കുറിച്ചുള്ള ചർച്ച. പഠന പ്രവർത്തനങ്ങളിലാണ് സംഭാവന കണക്ക്. സാമുവൽ ഓരോ മാസവും വരുമാനത്തിൽ 8% ചികിത്സാ നിധിയിലേക്ക് സംഭാവനയായി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജനുവരി മാസത്തെ വരുമാനം 20,000 രൂപയാണ്. അയാൾ ആ മാസം എത്ര രൂപ സംഭാവനയായി കൊടുക്കണം? ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. മൂല്യങ്ങൾ, പേജല്ല അടുത്തത്. മൂല്യങ്ങളിൽ ഒന്നിനെ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നതിനുള്ള മനോഭാവം, താരതമ്യം ചെയ്യാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ശതമാനത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയുന്നു. പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നിർദ്ധാരണ രീതിയും ഉത്തരവും രേഖപ്പെടുത്തിയ പുസ്തകം. വിലയിരുത്തൽ, ക്രിയാശേഷി, ക്രിയാരീതി, വിശദീകരിക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹരണ ശേഷി, പിന്നെ ശതമാനത്തെക്കുറിച്ചുള്ള ആശയധാരണ, ക്രിയാശേഷി. ഇനി ഫസ്റ്റത്തെ കോളത്തിൽ ശതമാനത്തെ നിരക്കായും സംഖ്യയുടെ ഭാഗമായും വിശദീകരിക്കുന്നു. രണ്ടാമത്തതിൽ 100ൽ എത്ര എന്ന നിരക്കാണ് ശതമാനം. ആകെയുള്ളതിൻ്റെ 100ൽ എത്ര ഭാഗം എന്നതിനെയും ശതമാനമായി പറയാം.
പിന്നെ അടുത്തത് പൊതുചർച്ച പ്രായോഗിക പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്ന രീതികളുടെ വിശകലനം അപഗ്രഥന ഉദ്ഗ്രഥന രീതി. പിന്നെ അടുത്തത് പ്രക്രിയയാണ്. പരസ്യം എഴുതിയ ചാർട്ട് പ്രദർശിപ്പിക്കുന്നു. വമ്പിച്ച ആദായ വിൽപ്പന. ഓരോ 100 രൂപയ്ക്ക് 10 രൂപ കിഴിവ്. മിക്സി, ഫാൻ, ബൾബ്, ക്ലോക്ക് എന്നിങ്ങനെ. പിന്നെ പരസ്യം എഴുതിയ ചാർട്ട്, അതാണ് നമ്മുടെ സാമഗ്രി ഇത് വരുന്നത്. അടുത്തത് ശതമാനം എന്ന സാർവദേശീയ നിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നു. വില കണ്ടെത്തി എഴുതിയ പട്ടിക. ഉചിതമായ ക്രിയകൾ തിരഞ്ഞെടുത്ത് ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് വിലയിരുത്തുന്നു. ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പറിൽ കൊടുത്തിട്ട് പണമിടപാട് എന്ന പ്രശ്നത്തിൻ്റെ ഉത്തരം വ്യക്തിഗതമായി ഉത്തരം കണ്ടെത്തുന്നു. അവതരണം ക്രിയാരീതിയെക്കുറിച്ചുള്ള ചർച്ച ക്രോഡീകരണം മറ്റൊരു ശതമാനത്തെ ഒരു സംഖ്യയുടെ നിശ്ചിത ഭാഗം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ഉദാഹരണം 120ൻ്റെ 50% എന്നാൽ 120ൻ്റെ 50/100 ഭാഗം 120 × 50/100 60. പ്രശ്നപരിഹരണത്തിന് നേടിയ അറിവുകൾ ഉപയോഗിക്കാനുള്ള മനോഭാവം. ഇനി അടുത്തത് ക്രിയാശേഷി, പ്രശ്നപരിഹരണശേഷി, ക്രിയാശേഷി. അതിൽ പീരീഡ് കൊടുക്കുക, 2 പീരീഡ്. ഇനി പ്രശ്നാവതരണം. ഒരു സ്കൂളിലെ അധ്യാപകരിൽ 32 പേർ പുരുഷന്മാരാണ്. ഇത് ആകെയുള്ള അധ്യാപകരുടെ 40%. എത്ര അധ്യാപകരുണ്ട്? പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്ന രീതിയുടെ ചർച്ച ക്രോഡീകരണം. പേജ് 142 ആദ്യ 2 ചോദ്യങ്ങളുടെ ഉത്തരം കുട്ടികൾ സ്വയം കണ്ടെത്തട്ടെ. അതാണ് പ്രക്രിയയിൽ വരുന്നത്. ഇനി ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം അറിഞ്ഞാൽ സംഖ്യ കണക്കാക്കുന്ന രീതി വിശദീകരിക്കുന്നതാണ് നമ്മുടെ പഠന നേട്ടം. ഇനി മൂല്യങ്ങളിൽ വേണം. ഒരു സംഖ്യയുടെ നിശ്ചിത ഭാഗത്തെ പാകത്തിനെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ സംഖ്യ കണക്കാക്കാം.